രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ ആദ്യ പരാതിക്കാരി, അതായത് ആദ്യം പൊങ്ങി വന്ന പീഡന കേസ്, അതെ, ആ പരാതിക്കാരി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന്റെ ജാമ്യം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പം ഈ പരാതിക്കാരി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഇത് എങ്ങനെയാകും ഈ പറയുന്നത് രാഹുൽ പെടാൻ സാധ്യതയുണ്ട്? ഇപ്പം എന്തായാലും കുറച്ച് ദിവസമായിട്ട് എന്തോ അനക്കമൊന്നും ഇല്ലാതിരിക്കുകയാണ്. വലിയ ഇവരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ, ഒരു കേസ് പൊങ്ങി വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ഇതിനെ എങ്ങനെയും അടിച്ചിതാക്കും, അതിങ്ങനെ സൈലന്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ രാഹുൽ പുറത്തോട്ട് വരും. ഇങ്ങനെയായിരുന്നല്ലോ മുന്നേ കണ്ടിട്ടുള്ളത്. ഇപ്പം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് രാഹുൽ എന്തായാലും സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ അങ്ങനെയുള്ള ഇൻഫോർമേഷനും വരുന്നുണ്ട്. അപ്പം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇങ്ങനൊരു സംഭവം കൂടി വരുമ്പോൾ അതെങ്ങനെയാവും? അതായത് രാഹുൽ പെടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ ഇത് എങ്ങനെ ബാധിക്കും? ഇപ്പോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്നാണ് അവർ പറയുന്ന കാര്യം. പക്ഷേ എല്ലാ കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഒരുമാതിരി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ ഈ പുതിയുഗ യാത്ര നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അടൂരിലെത്തിയിട്ട് അയാളെ കാണുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നു, പല ചർച്ചകളിലും സജീവ സാന്നിധ്യമാകുന്നു. രാഹുൽ മാങ്കൂട്ടം അറിയാതെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടം അറിയാതെ ഒരു കാര്യങ്ങളും നീക്കില്ല എന്ന് കോൺഗ്രസ് വാശി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഇപ്പോഴെന്തേ സ്ഥാനാർത്ഥി പട്ടിക വരുന്നു. പാലക്കാട് രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, പാലക്കാട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ AICCക്ക് ഒരിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം AICCയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് നിയമപരമായിട്ടോ അല്ലെങ്കിൽ രേഖാമൂലമോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താണ്. പക്ഷേ ഈ പറയുന്ന എല്ലാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നേതാക്കന്മാരായി സംസാരിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സഹായിക്കും എന്നുള്ള നിലയിലേക്ക് രംഗത്തേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ നാളെ ഒരു സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് ഞാൻ സ്വതന്ത്രമായി മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന കോൺഗ്രസിലുള്ള ഒരു തലമുതിർന്ന നേതാക്കൾക്ക് എതിർക്കാൻ പറ്റത്തില്ല. രാഹുലിന് മത്സരിക്കാം, അതിനൊരു തെറ്റുമില്ല. പിന്നെ ആകെയുള്ള അവന്റെ പേരിലുള്ള ഒരു പ്രശ്നം അവന്റെ പേരിൽ കിടക്കുന്ന കേസുകൾ മാത്രമാണ്. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതായത് സതീശൻ പോയി കാണുന്നു, സംസാരിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു. അപ്പൊ ഈ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ പിന്നെ അപ്പം കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇവർ. അപ്പൊ ഇനി അഥവാ രാഹുൽ മത്സരിക്കുവാണെങ്കിൽ ഏത് ലെവലിൽ മത്സരിക്കും രാഹുൽ മത്സരിക്കാന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ മത്സരിക്കും. പക്ഷേ കാണാമറയത്ത് കോൺഗ്രസിന്റെ സപ്പോർട്ട്. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കണ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പൊ അവന് ക്രിമിനൽ കേസ് കിടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ഇപ്പം പ്രശ്നമൊന്നും ഇല്ല, ഇപ്പം നിലവിൽ ജാമ്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ സ്വതന്ത്രനായി പാലക്കാടേക്ക് ഇറങ്ങിയാൽ വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം കോൺഗ്രസ് പ്രവർത്തകര് പിഷാരടിക്ക് വോട്ട് ചെയ്യില്ല. അവരുടെ പ്രവർത്തനം കൂടുതലും പിഷാരടിയെ തോൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും. പിഷാരടിയെ തോൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാ അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് വീണ്ടും ജയിച്ച് ഇപ്പൊ നിലവിലെ പറ്റില്ല സാഹചര്യം, ഈ പറയുന്ന കേസ് നിലനിൽക്കുന്നുണ്ടോ സാധിക്കില്ല. അങ്ങനെ ജയിച്ച് അവൻ നിയമസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഈ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത്. നമ്മൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു കേസ് ഉയർത്തിക്കൊണ്ട് വന്നതിന്റെ പിന്നിൽ, അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനെ തളച്ചിട്ടതിന്റെ പിന്നിൽ CPMന്റെ കറുത്ത കരങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഇതിനകത്ത് CPM ഒന്നും ഇല്ല. ഇത് സ്വാഭാവികമായി ഉയർന്നുവന്ന കേസാണെന്ന് മാത്രമാണ് നമുക്ക് സംശയിക്കാൻ പറ്റുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കന്മാർ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. രാഹുലിന്റെ എതിർചേരി തന്നെയാണ്. രാഹുലിനെ എങ്ങനെയെങ്കിലും കേരളത്തിന്റെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് കരുതുന്നവർ തന്നെയാണ് ഈ പണി ചെയ്തത്. പിന്നെ രാഹുൽ വിശുദ്ധനല്ല. 10-ലധികം ഒരു പോക്സോ കേസ് ഉൾപ്പെടെ 10-ലധികം സ്ത്രീകളെ പീഡിപ്പിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ആ അതിജീവത കൃത്യമായി സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് കേസ് നടക്കുന്നുണ്ട്. എന്താണ് ജാമ്യ വ്യവസ്ഥ? അതിജീവതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ മിസ് കോൾ ചെയ്യാൻ ശ്രമിച്ചു, അത് വാട്സാപ്പ് കോള് വിചാരിച്ച വാട്സാപ്പിലൂടെ കോള് പുറലോകം അറിയത്തില്ല, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചതൊന്നും പുറത്തേക്ക് വരില്ലാണ്. പക്ഷെ അതിജീവിതയ്ക്ക് അത് പുറത്ത് കാണിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. എന്റെ ഫോണിലേക്ക് വരുന്ന കോള് അതിജീവിതയ്ക്ക് എടുത്ത് കാണിക്കാൻ കഴിയും. അപ്പൊ അത് വെച്ചിട്ട് പ്രധാനമായിട്ടും എന്താ ഈ പറയുന്ന അതിജീവിതമാരെ സ്വാധീനിക്കാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല,
തെളിവ് നശിപ്പിക്കാൻ പാടില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ജാമ്യ വ്യവസ്ഥ നൽകുന്നത്, നല്ല ജാമ്യം നൽകുന്നത്. അപ്പൊ ഈ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് എന്തിനാണ് അതിജീവിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്? അതിന് രാഹുൽ മറുപടി പറഞ്ഞേ പറ്റൂ. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താ? ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്ന ഒരു അതിജീവിതയെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചത് നിഷ്കളങ്കമായ ഒരു വിളിയായിരുന്നു എന്ന്, സുഖകരം അന്വേഷിച്ചുള്ള വിളിയല്ല എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാര്യം വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒന്നുകിൽ സ്വാധീനിക്കാനുള്ള ശ്രമം, ഇങ്ങനെ പല കേസുകളും സ്വാധീനിച്ചു. ഇപ്പൊ ഈ ഒന്നാമത്തെ അതിജീവിത കൊടുത്തിരിക്കുന്ന ഈ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10-ലധികം സ്ത്രീകൾ, അപ്പൊ 10-ലധികം സ്ത്രീകളെ പീഡിപ്പിച്ച ഒരാളാണ്, ഒരു പോക്സോ ഉൾപ്പെടെ. അപ്പൊ ഇതിൽ പല കേസുകളും എവിടെ? നമുക്ക് ആ പടം 3-4 പേരെ അറിയൂ. ബാക്കി വരുന്ന അതിജീവിതന്മാരൊക്കെ എവിടെ? അവരൊക്കെ കാണാമറയത്താണ്. എന്തുകൊണ്ട് അവർ കാണാമറയത്തേക്ക് പോയി? വെറുതെ കാണാമറയത്തേക്ക് പോവും അവര്? ഇല്ല. അവിടെ കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും. അവിടെ ഒരു ഒഴിവാക്കൽ നടന്നിട്ടുണ്ടെന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഒരു പൊതിഞ്ഞു പിടിക്കൽ നടന്നിട്ടുണ്ടെന്ന് കരുതേണ്ടി വരും. അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അതിജീവിതയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അതൊരു തരത്തിൽ പറഞ്ഞാൽ അത് നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു സ്വകാര്യ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടോ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ പിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ വിളിച്ചിട്ടുള്ളതല്ല. ഒരുപക്ഷെ ഭീഷണിയാവാം, ഭീഷണിപ്പെടുത്താനാവാം, അതല്ലെങ്കിൽ ഒരുതരം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാവാം. അതാണ് ഞങ്ങൾ കാശ് കുറച്ച് തരാം, ഇത്ര കോടി രൂപ തരാം, നിങ്ങൾ അത് കേസ് പിൻവലിക്കണം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിനാവാം. അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ കൊന്നുകളയും എന്ന് പറയാനാവാം, എന്തുമാവാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയും ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? കാരണം എന്താണ്? കോൺഗ്രസിനുള്ളിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഷൂ നക്കികൾ തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് മുതിർന്ന നേതാക്കന്മാർ മുതൽ ഇങ്ങ് താഴേക്കിടയിൽ വരുന്ന ആൾക്കാർ വരെ. ഇതും പോരാതെ ഇവന് വേണ്ടി എന്ത് നാറിത്തരവും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റം സൈബർ ഗുണ്ടകളുമുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് നാളെ ഈ പറയുന്ന പെൺകുട്ടികളെ തെരുവിലിട്ട് വലിച്ചു കീറുവന്മാര് കൊന്നുകളയാൻ, എടി നിന്നെ കൊല്ല എനിക്കൊരു നിമിഷം പോലും വേണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ജാമ്യം അനുവദിച്ചു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഒരു നിമിഷം പോലും വേണ്ട എനിക്ക് നിന്നെ കൊന്നുകളയാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടാണെങ്കിലും ഇത്രയും വലിയൊരു നെറ്റ്വർക്കിംഗ് ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു നേതാവിന് എത്ര സിമ്പിളായി ഒരാളെ കുരുക്കാൻ കഴിയും? ജാമ്യം നേടി പുറത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. വളരെ സിമ്പിളായി ഒരാളെ കുരുക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിന്. കുരുക്കുക മാത്രമല്ല അപായപ്പെടുത്താൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിന്ന് കേസെടുത്ത് പിന്നെ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ഈ രാഹുൽ മാങ്കൂട്ടം ഒരു യുവനടിയുടെ കാർ എടുത്തിട്ട് ഇവിടുന്ന് ഒരു പോക്ക് പോയതാ. പിന്നെ രാഹുലിനെ കണ്ടിട്ടുണ്ടോ അവൻ സറണ്ടർ ആവുന്നവരെ? എവിടെയാണ്, എന്താണ്? കേരള പോലീസ് സഹിതം ഈ കേരളത്തിന്റെ നാനാഭാഗത്ത് തെരച്ചിൽ നടത്തി ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവൻ കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു രാഹുൽ. അപ്പൊ അവനെ പ്രൊട്ടക്ട് ചെയ്യാനും ഇവന് വേണ്ട വിവരങ്ങൾ ചോർത്തി നൽകാനും ഇവിടെ ആൾക്കാരുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ചെയ്യുന്ന വലിയ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് ഓരോ ലൈവ് ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള പേരിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പം ഉടനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, രാഹുലിനെ തേടി ഇന്ന പാലക്കാട് ഇന്ന സ്ഥലത്ത് പോലീസ് അന്വേഷണ സംഘം. അപ്പൊ ഇവൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? മൊബൈൽ നോക്കുന്നു. ഒരു മൊബൈലും പോരെ ഇന്നത്തെ കാലത്ത്. ഒരു മൊബൈൽ നോക്കുന്നു, ഓ പോലീസ് എത്തി, അവിടുന്ന് വിട്ടു. ഈ പോലീസ് ഇത് ട്രാക്ക് ചെയ്ത് പോലീസ് അവിടെ എത്തി കഴിയുമ്പോൾ അവൻ അവിടുന്ന് വേറെ സ്ഥലം പിടിച്ചു. അപ്പൊ മൈസൂരിലായിരിക്കും അവനെ തേടി പോലീസ് മൈസൂരിലുള്ളവൻ നേരെ വേറെ സ്ഥലത്തേക്ക് ബാംഗ്ലൂരിൽ പിടിക്കും. അപ്പൊ ഇതാണ് വരുന്ന പ്രശ്നം. അപ്പം ഇങ്ങനെ ഇവന് ഈ രീതിയിൽ അവന് ഉപകാരപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവൻ പാല് കൊടുത്ത് വളർത്തി മേളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പറ്റം വേറെ പിന്നെ ഈ ടീമുകളുണ്ട്, വേറെ കുറേയധികം ആൾക്കാരുണ്ട്. അവരൊക്കെ ഇവനെ വേണ്ടി കൊല്ലാനും തിന്നാനും നടക്കുന്നവരാ. ഇവരാരും തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളെയല്ല. അവരെല്ലാം പാർട്ടിയുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്, പാർട്ടിയുടെ അണികളാണ്, ഒരുപക്ഷെ നേതൃനിരയിൽ ഇരിക്കുന്നവർ തന്നെയാണ്. നമ്മൾ നോക്കൂ, ഷാഫി പറമ്പിൽ നേതൃനിരയിലുള്ള ഒരാൾ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസനായ നേതാവല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാഷ് എന്ന് വിളിക്കുന്ന ഒരാളല്ലേ അയാള്? ആ ഹെഡ് മാഷിന് കാര്യങ്ങളെല്ലാം അറിയാം. ഒരു MP ആയിരിക്കുന്ന ഒരാളുടെ പ്രൊട്ടക്ഷനിലാണെന്ന് ഈ രാഹുൽ മാങ്കൂട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. MP ആയിട്ടിരിക്കുന്നത്, AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പിന്നെ KC വേണുഗോപാലിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇക്കാര്യത്തില്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കർണാടകയിൽ പോയി സുഖവാസം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത്? ഈ AICC വിളിച്ചു പറഞ്ഞാൽ DK ശിവകുമാറിന് ഇവന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ഒരുക്കി കൊടുക്കാൻ പറ്റും കർണാടകയില്. അപ്പം ഇവനെ ഇപ്പോഴും കോൺഗ്രസ്സുകാർ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കുകയാണ് സത്യത്തിൽ.
അപ്പൊ ജാമ്യ വ്യവസ്ഥയിൽ ഈ പറഞ്ഞ ഇത്രയും അധികം ഇൻഫ്ലുവൻഷ്യലായ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് അയാൾ. പുറത്തിരുന്നാലും ശരി, ഒളിവിലിരുന്നാലും ശരി, എവിടെയാണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള നേതാവിന് എന്ത് ക്രൈമും കമ്മിറ്റ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ട്. അതോടൊപ്പം തന്നെ ആജ്ഞാശക്തിയുണ്ട്, സൗഹൃദ വലയങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ എന്താ പറയാ, ഈ അധികാരികളുടെ ഒരു വലിയ ചങ്ങല അല്ലെങ്കിൽ അധികാരികളുടേതായ ഒരു ഫുൾ പവർ സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എന്തുകൊണ്ടും ഈ സമയത്ത് അങ്ങനെ ഒരു ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് നൽകിയ ഹർജി എന്തുകൊണ്ട് ഉചിതമായ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ജാമ്യം റദ്ദാക്കി അകത്ത് പിടിച്ചിടുക. കാര്യം ഈ നിലവിൽ കേസുണ്ട്, ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് കോടതി ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് തന്നെ ആ പെൺകുട്ടി പറഞ്ഞത്. പോക്സോ കേസ് ഉൾപ്പെടെയുള്ള 10ഓളം കേസുകളുണ്ട്. അതിലെ അതിജീവിതമാരൊക്കെ എവിടെ എന്നൊരു ചോദ്യം എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. അത് എത്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര കാള് കഴിഞ്ഞാലും, ഏത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാലും, എത്ര നാൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും, ഇതിന്റെ ചോദ്യങ്ങൾ എപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്യും. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇപ്പോഴും രാഹുലിനോട് ചോദിക്കാൻ ബാക്കിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്.